ശ്രീ രാജു എബ്രഹാം അങ്ങേക്ക് മറുപടി നൽകാം. ഇതിനെ ഒരു രാഷ്ട്രീയ ആരോപണമായി ഉയർത്തരുത് എന്ന അഭ്യർത്ഥനയാണല്ലോ ഇപ്പോൾ UDF നിന്ന് കേൾക്കുന്നത്. മന്ത്രി AP അനിൽകുമാർ സംസാരിച്ചു. ഇപ്പോൾ ശ്രീ പഴകുളം മധുവും. ശ്രീ രാജു എബ്രഹാം, നിങ്ങളുടെ കാലത്തുണ്ടായിരുന്ന വീഴ്ചകളുടെ പ്രത്യാഘാതം ഇപ്പോൾ അനുഭവിക്കുന്നു എന്ന കാര്യം കൂടിയാണ് ഇപ്പോൾ പഴകുളം ഓർമ്മിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം. മറ്റൊന്ന്, ഈ മുന്നറിയിപ്പുകൾ നൽകേണ്ട സംസ്ഥാന സർക്കാരല്ല എന്നുള്ള കാര്യം കൂടിയാണ് മന്ത്രി പറയുന്നത്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി പരിശോധിച്ച് വേണ്ടേ? ഇപ്പോൾ കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്ത് എങ്ങനെയാണ് അന്നത്തെ മുഖ്യമന്ത്രി പറയുന്നത്, എല്ലാവരും ഒന്നിച്ചിറങ്ങുകയല്ലേ എന്നാണല്ലോ. അപ്പോൾ അങ്ങനെ ഒന്നിച്ചിറങ്ങുന്നതിന് പകരം അപ്പുറത്ത് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ മാത്രം നടത്തുന്ന പ്രതികരണമായി ഇത് മാറുന്നുണ്ടോ? അല്ല സ്മൃതി, അതിനകത്ത് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ഈ ഡാം അഴിച്ചുവിട്ടതിനെ പറ്റി, ഡാം അഴിച്ചുവിടുമ്പോൾ മുന്നറിയിപ്പ് നൽകാതിരുന്നതിനെ പറ്റി ഒരക്ഷരം പോലും അവിടെ സംസാരിച്ച് കണ്ടില്ല. റെഡ് അലേർട്ടിനെ പറ്റി മാത്രമാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ റെഡ് അലേർട്ടിന് സർക്കാരിന് യാതൊരു ഉത്തരവാദിത്വമില്ല. റെഡ് അലേർട്ട് വരുമ്പോഴല്ലേ സർക്കാരിന് മുൻകരുതൽ ഉണ്ടാവേണ്ടത്. അപ്പോൾ അക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി സാങ്കേതികമായി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിലും ഒരു സർക്കാർ പ്രവർത്തിക്കുന്നത് IMDയും, ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, അത് റവന്യൂ മന്ത്രിയല്ല, മുഖ്യമന്ത്രിയല്ല, IMDയും അതുപോലെ തന്നെ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട വിവിധ ഏജൻസികളാണ് അത് നൽകുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. ഡാമുകളെ സംബന്ധിച്ചിടത്തോളം ഒരു അനൗൺസ്മെൻറ്റ് നടത്താൻ കഴിഞ്ഞില്ല, അത് മുന്നറിയിപ്പ് നൽകാൻ കഴിഞ്ഞില്ല. വളരെ ദുരന്തമല്ലേ ഈ തീവ്രമഴയിൽ നിറഞ്ഞു കിടന്ന പമ്പയാറ്റിലേക്ക് ഈ ഡാമിലെ വെള്ളം കൂടി വന്നപ്പോൾ ഉണ്ടായ ദുരന്തം. അതിനെ അഡ്രസ്സ് ചെയ്യാതെ പോകാൻ കഴിയും. ഞാൻ രാഷ്ട്രീയ ആരോപണമല്ല ഉയർത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്നലെ അത് ഉയർത്തിയേനെ. ഇന്നലെ മുഴുവൻ ആളുകളും രക്ഷാപ്രവർത്തനത്തിലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഒരക്ഷരം തന്നെ ഞങ്ങൾ മിണ്ടിയില്ല. രണ്ടാമത്, ബഹുമാനപ്പെട്ട MLA അദ്ദേഹം റാന്നിയിൽ നടന്നത് എന്താണെന്ന് അദ്ദേഹത്തിന് എനിക്കൊന്ന് കുറച്ചുകൂടി പഠിക്കേണ്ടി വരും. കാരണം ഓരോ വാർഡിലും എത്ര വർഷക്കാലമായി ഗവൺമെൻറ് 25,000 രൂപ ഓരോ വാർഡിനും ശുചീകരണ പ്രവർത്തനത്തിന് വേണ്ടി നൽകുന്നു. അതൊരു പുതിയ സംഭവമല്ല. പക്ഷേ ഇവിടെ കാണേണ്ട ഒരു കാര്യം, വെള്ളം കയറിയ എല്ലാ വീടുകൾക്കും 2018, 2019 10,000 രൂപ വെച്ച് ഗവൺമെൻറ് നൽകി. കുടുംബശ്രീ അംഗങ്ങൾ ഉള്ള വീടുകൾ അവർക്ക് 1 ലക്ഷം രൂപയാണ് ഗവൺമെൻറ് ഓരോ വീടിനുമാണ് നൽകിയത്. ഓരോ വീടിനും അതിൻ്റെ പലിശ സർക്കാരാണ് നൽകിയത്. അദ്ദേഹം കടകൾക്ക് 10 ലക്ഷം രൂപയുടെ കാര്യം പറഞ്ഞു. വസ്തുതാ വിരുദ്ധമാണ്, പഠിക്കാതെയാണ് അദ്ദേഹം പറഞ്ഞത്. ഈ കേരളത്തിലുള്ള മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങൾക്കും 10 ലക്ഷം രൂപ, അതിൽ 2 ലക്ഷം രൂപ സബ്സിഡി. ആരൊക്കെയാണോ അപേക്ഷിച്ചിട്ടുള്ളത് അവർക്ക് മുഴുവനാണ് കിട്ടിയത്, അപേക്ഷിക്കാത്തവർക്ക് അത് കിട്ടിയിട്ടില്ല. അപ്പം ആ കാര്യങ്ങൾ പഠിക്കാതെയാണ് അദ്ദേഹം ഇതിനോട് പ്രതികരിച്ചത് എന്നത് ദൗർഭാഗ്യകരമായ കാര്യമാണ്. രണ്ടാമത്, രാഷ്ട്രീയം. ഞങ്ങൾ രാഷ്ട്രീയം ഇതിനകത്ത് കൊണ്ടുവന്നിട്ടേയില്ല. ഞാൻ പറഞ്ഞല്ലോ, രക്ഷാപ്രവർത്തനത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്തോ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അത് പറഞ്ഞത്. ഞാൻ പറഞ്ഞത്, ഈ ഓഗസ്റ്റ് മാസമാകുമ്പോൾ, ജൂലൈ മാസമാകുമ്പോൾ പത്തനംതിട്ട മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്ത് മുൻകരുതൽ എടുക്കണ്ടേ? ഇപ്പം പുഴിയാർ ഞാൻ പറഞ്ഞല്ലോ, 13 മണിക്കൂർ കഴിഞ്ഞാണ് അവിടുത്തെ കോസ്റ്റൽ പോലീസ് അവിടെ സന്നദ്ധമായത്. ഇടുക്കിയിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അവിടുന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചാലും ചില സ്ഥലങ്ങളിൽ ദുരന്തം ഉണ്ടാകും, യാഥാർത്ഥ്യമാണ്. നമുക്ക് അതിനെ ആ നിലയിലാണ് കാണേണ്ടി വരിക. പക്ഷേ മുൻകരുതലുകൾ എടുത്തില്ല, ഏകോപനം ഉണ്ടായില്ല വിവിധ വകുപ്പുകൾ തമ്മിൽ. അദ്ദേഹം മുഖ്യമന്ത്രിയെ രക്ഷപ്പെടുത്തി, അദ്ദേഹത്തിന്റെ കടമയാണ്. മുഖ്യമന്ത്രിയല്ലേ ഒരു സംസ്ഥാനത്ത് ഇതുപോലെ ദുരന്തം ഉണ്ടാകുമ്പോൾ ഒരു വാർ റൂം, ഇനി വാർ റൂം അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, അവിടെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഹെലികോപ്റ്ററിൽ കറങ്ങി അല്ലെങ്കിൽ വിരുന്ന് കഴിച്ചു, അതൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യമാണെങ്കിൽ പോലും ഇന്ന് സമൂഹത്തിൽ ഇതൊരു ചർച്ചയായതിന്റെ കാരണം ദുരന്തമുഖത്തിൽ മുഖ്യമന്ത്രി നേതൃത്വം കൊടുത്തില്ല. അദ്ദേഹം മന്ത്രിമാരെ ഏൽപ്പിച്ചു, ഞങ്ങൾ സമ്മതിച്ചു, മന്ത്രിമാർ പെർഫോം ചെയ്താൽ മതി. പക്ഷേ മുൻകരുതൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോഴും പല ക്യാമ്പിൽ വൈദ്യുതി എത്താത്തത്. പല ക്യാമ്പുകളിൽ ഇപ്പം ആറന്മുള MLA തന്നെ മന്ത്രിയോട് പരാതിപ്പെട്ടു എന്ന് പറഞ്ഞു. പരാതിപ്പെടേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് മിന്നൽ വേഗത്തിൽ ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കേണ്ട കാര്യമാണ്. അവർക്ക് ഭക്ഷണം എത്തിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഗവൺമെന്റ് ഭക്ഷണം കൊടുത്തില്ലെങ്കിലും സന്നദ്ധ സംഘടനകൾ ഭക്ഷണം കൊടുക്കാൻ തയ്യാറാണ്. ആ നിലയിൽ സർക്കാരും സന്നദ്ധ പ്രവർത്തകരും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഏകോപിപ്പിച്ചിട്ടുള്ളത്. അത് ഉണ്ടാവണം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇക്കാര്യം മുൻകൂട്ടി സർക്കാരിനെ അറിയിക്കുന്നത്. ഇക്കാര്യത്തിൽ റാന്നിയിൽ തന്നെ NDRF എപ്പോഴാണ് വന്നത്? NDRF അവിടെ ആളുകളെല്ലാം രക്ഷപ്പെടുത്തിയതിന് ശേഷമാണ് ഭൂരിപക്ഷ NDRFും അവിടെ എത്തിയത്. 2018 കാര്യം പറഞ്ഞു. 2018 പുലർച്ചെ 6 മണിയായപ്പോൾ
അവിടെ നേവിയുടെ ഹെലികോപ്റ്റർ, കോസ്റ്റ് ഗാർഡിന്റെ ബോട്ടുകൾ, എത്രയാണ് നമ്മുടെ സംവിധാനങ്ങൾ കൂടാതെ നമ്മുടെ ഫയർഫോഴ്സ് ഉണ്ട്, കുട്ടവഞ്ചിയുണ്ട്, അത് കൂടാതെ നമ്മുടെ നേവിയുടെ സംവിധാനങ്ങൾ, സഹായങ്ങൾ, അതെല്ലാം മിന്നൽ വേഗത്തിൽ ആ പ്രളയം നടന്ന ആ ദിവസം പുലർച്ചെ തന്നെ അവിടെ എത്തിക്കാൻ കഴിഞ്ഞ ഒരു ചരിത്രവും നമുക്കുണ്ട്. പക്ഷേ ഡാം തുറന്നതും അന്നത്തെ വിമർശനത്തിനിടയാക്കിയ കാര്യമാണല്ലോ ശ്രീ രാജു എബ്രഹാം. അന്നും ഡാമുകൾ മുന്നറിയിപ്പില്ലാതെ തുറന്നു എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമായി നിന്നിരുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.